LDF അല്ലാതെ മറ്റാരുണ്ട്? ഇത് അഹങ്കാരത്തിൻ്റെ മുദ്രാവാക്യമാണ്. അതാണ് LDFനെ തോൽപ്പിച്ചത്. ഒരു കൂട്ടർ പാവപ്പെട്ട എന്ന വാക്ക് ഇനി ഉണ്ടാവില്ല. എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, പാവപ്പെട്ട അല്ലെങ്കിൽ പണക്കാർ, സമ്പന്നർ, പാവപ്പെട്ടവരെന്നുള്ള ഡെഫിനിഷൻ അറിഞ്ഞുകൂടാത്തൊരു CPMൻ്റെ പാർട്ടി സെക്രട്ടറി. ഗോവിന്ദമാഷെ, പാവപ്പെട്ട എന്നുള്ള എല്ലാ സമൂഹത്തിലും പാവപ്പെട്ടവർ കാണും, എല്ലാ സമൂഹത്തിലും ദരിദ്രരും കാണും. ദരിദ്രരില്ലാത്ത സമൂഹം സൃഷ്ടിക്കാൻ പറ്റില്ല, അത് ആപേക്ഷികമാണ്. കുറച്ച് കാര്യങ്ങൾ സാമ്പത്തികമായി ക്രമത്തിൽ കറങ്ങി വരുന്നതാണ്. ഏതൊരു മനുഷ്യനും എപ്പോൾ വേണോ ദരിദ്രനാകാം, എപ്പോൾ വേണോ സമ്പന്നനാകാം. അതൊരു സൈക്കിളാണ്, വിഷ്വൽ സൈക്കിളാണ്. നമ്മളൊരു വീടൊക്കെ വെച്ച് കൊടുത്ത് ഒരു ജോലിയെ കിട്ടി ചെറിയൊരു ജീവിത സാഹചര്യം മെച്ചപ്പെടുമ്പോഴായിരിക്കും മാരകമായൊരു അസുഖം വരുന്നു. തീർന്നില്ല, എല്ലാം തീർന്നു, ദാരിദ്ര്യത്തിലേക്ക് പോകും. വലിയ കടം വന്നു, ദാരിദ്ര്യത്തിലേക്ക് പോകും. അപ്പം ദാരിദ്ര്യം, പാവപ്പെട്ട എന്നൊക്കെ പറയുന്നത് ഒരു വിഷ്വൽ സർക്കിളാണ്. അതില്ലാത്ത മന്ത്രിസഭ എന്നൊക്കെ പറഞ്ഞ തള്ളുകൾ, ഭാര്യയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നത്. പിന്നെ വേറെ ചില ആളുകൾ പറയുന്നൊരു ന്യായമുണ്ട്. ഷിബു ബേബി ജോണിൻ്റെ മകൻ തന്നെ, അതെ, പക്ഷെ ഷിബു ബേബി ജോണും കൂടി ഒരു മന്ത്രിസഭയിലില്ല. അതുപോലെ തന്നെ കെ മുരളീധരൻ കർണാകരൻ്റെ മകനല്ലേ, അതെ, അവർ രണ്ടുപേരും കൂടി ഒരു മന്ത്രിസഭയിലില്ല. ഈ മന്ത്രിസഭ എടുത്താൽ അനൂപ് ജേക്കബും TM ജേക്കബും ഒന്നിച്ച് ഈ മന്ത്രിസഭയിലില്ല. അബു ജോൺ ജോസഫും PJ ജോസഫും ഒന്നിച്ച് ഈ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ ഒരു മോളിലെ ടോപ്പ് നേതാക്കളായിട്ടില്ല. പിന്നെ ആരാ ഉള്ളത്? ആരെ എടുത്തോളൂ, നിങ്ങൾ ഏത് നേതാവിനെ എടുത്തോളൂ, ആ നേതാവിൻ്റെ അച്ഛൻ ഇല്ല, ഇപ്പം മന്ത്രിസഭയിലില്ല. രണ്ട് കാലഘട്ടത്തിലാണ്. അതേസമയം മരുമോൻ മുഹമ്മദ് റിയാസ് അമ്മാവനും കൂടി ഒരേ സമയത്താണ് മന്ത്രിസഭയിൽ വന്നത്. അവിടെയാണ് പരിഗണന കിട്ടി എന്ന് പറഞ്ഞത്. മുഹമ്മദ് റിയാസിന് അമ്മാവൻ്റെ ഒരു പരിഗണന കിട്ടി, പിണറായി വിജയൻ്റെ പരിഗണന കിട്ടി എന്ന് പറയും. അതും തെരഞ്ഞെടുപ്പിന് തിരിച്ചടിയായി. PK ശ്യാമള ടീച്ചറിനുള്ള സ്ഥാനാർത്ഥിത്വം കൊടുത്തത് തിരിച്ചടിയായി. B കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ പാർട്ടിക്കെതിരെ ധനരാജൻ്റെ രക്തസാക്ഷി ഫണ്ടിൻ്റെ തിരിമറിയെക്കുറിച്ച് പുറത്തു കൊണ്ടുവന്നപ്പോൾ അയാൾ കള്ളനാണെന്ന് പറഞ്ഞു KK രാഗേഷ്. ഇപ്പോൾ ആരാ കള്ളനായത്? ജനങ്ങൾ പറഞ്ഞു വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞു. എവിടെയാണ് തോൽവി സംഭവിച്ചത്? തോറ്റിട്ടും പിണറായി വിജയൻ മാറാൻ തയ്യാറാവുന്നില്ല. അതാണ് ഒരു ഉളുപ്പുമില്ലാതെ പിണറായി വിജയൻ വീണ്ടും പ്രതിപക്ഷ നേതാവായി തുടരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് തന്നെ വലിയ എതിർപ്പ് വന്നു, എന്നിട്ടും അദ്ദേഹം തുടരുന്നു. സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ചു എന്നൊക്കെയാണ് കുറച്ച് പേര് പറയുന്നത്. സംസ്ഥാന കമ്മിറ്റി ആരാ? 2-3 കൂടി, സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞ് 3-4 പേര് കൂടിയിരുന്ന് അങ്ങ് തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് അവിടെ 6 റൗണ്ട് എണ്ണിയപ്പോൾ, 5 റൗണ്ട് എണ്ണിയപ്പോൾ 6-ാം റൗണ്ടിലാണ് വ്യത്യാസം വന്നത്. പിണറായി വിജയൻ പിറകിലായിരുന്നില്ലേ അബ്ദുൾ റഷീദിനോടൊപ്പം? അബ്ദുൾ റഷീദിൻ്റെ കൂടെ 5 റൗണ്ടിൽ പിറകിലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് MLA സ്ഥാനം പോലും രാജിവെക്കേണ്ടിയിരുന്നു പിണറായി വിജയൻ. പകരം ചെയ്തത് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ MP ഗോവിന്ദൻ മാഷ് തികഞ്ഞ പരാജയമാണെന്ന് ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളാണ് പറയുന്നത്, നമ്മളാരല്ല പറയുന്നത്. ഇനി ഏരിയ കമ്മിറ്റികൾ വരാൻ കിടക്കുന്നു, ലോക്കൽ കമ്മിറ്റികൾ വരാൻ കിടക്കുന്നു, ബ്രാഞ്ച് കമ്മിറ്റികൾ വരാൻ കിടക്കുന്നു. എല്ലാവരും വിരൽ ചൂണ്ടുന്നത് 2 പേർക്കെതിരെയാണ്. ഒന്ന് പിണറായി വിജയനെതിരെയും, രണ്ടാമത് ഗോവിന്ദൻ മാഷിനെതിരെയും. ഗോവിന്ദൻ മാഷും ധാർമ്മികമായി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയണ്ടേ? ഇനി വേണ്ട, പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയുന്ന കീഴ്വഴക്കം അങ്ങനെ ഇല്ല, അത് സമ്മേളനത്തിലേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ മുഖ്യമന്ത്രി ഒഴിയണ്ടേ? പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്തുനിന്ന് ഒഴിഞ്ഞ് MLA സ്ഥാനം രാജിവെക്കണമായിരുന്നു. കാരണം ഞാനിനി MLA ആയിട്ടില്ല, ജനങ്ങൾക്ക് വേണ്ടാത്ത, ജനങ്ങളുടെ മാൻഡേറ്റ് ഇല്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് ഞാനില്ല എന്ന് പറയാനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടേ? അതില്ല. അപ്പോൾ ഗോവിന്ദൻ മാഷായാലും പിണറായി ആയാലും വളരെ രസകരമാണ് കാര്യങ്ങൾ, മനോഹരമാണ് കാര്യങ്ങൾ. ഇനിയും ഒരു പാഠവും പഠിക്കാൻ പോകുന്നില്ല. തിരുത്താൻ പറയുകയാണ്. ആരാണ് തിരുത്തേണ്ടത്? തിരുത്തേണ്ടത് നേതൃത്വമാണ്. അതേ നേതൃത്വം ഇരുന്നു കൊണ്ട് തന്നെ അണികളോട് തിരുത്താൻ പറയുകയാണ്. പാവം അണികൾ, ബ്രാഞ്ച് മെമ്പർ, പാവം ലോക്കൽ കമ്മിറ്റി മെമ്പർ എന്ത് തിരുത്താൻ? അവർ അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്ത തെറ്റ്? അവർ ഒരു തെറ്റും ചെയ്തില്ല. പാർട്ടി സർക്കുലർ അനുസരിച്ച് താഴെ തലങ്ങളിൽ അവർ നന്നായി പ്രവർത്തിച്ചു. പക്ഷെ അവർ പ്രവർത്തിച്ചപ്പോഴും സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള വികാരം ജനങ്ങളുടെ ഈ
ഉള്ളിലുള്ള അവമതിപ്പ് അല്ലെങ്കിൽ ജനങ്ങളുടെ ഉള്ളിലുള്ള ഈ പ്രതിഷേധം, ഈ പ്രതികാരം കാണാൻ കഴിയാതെ പോയ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളും അതിൻ്റെ നേതാക്കളും തിരുത്തുമോ? അവർ തിരുത്താതിരുന്നാൽ LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് അഹങ്കാരം ചോദിച്ചപ്പോൾ, ചോദ്യം ചോദിക്കുന്നവരോട് വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞപ്പോൾ, കടക്ക് പുറത്തെന്ന് പറഞ്ഞപ്പോൾ, ഒരുപാട് അഹങ്കാരത്തിൻ്റെ ഭാഷ വന്നപ്പോൾ അത് കേരള ജനത സഹിച്ചില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ വീട്ടിൽ പോയിരിക്കൂ എന്ന് പറഞ്ഞ് 35 സീറ്റിലേക്ക് ഒതുക്കി കഴിഞ്ഞു. അതുകൊണ്ട് സംഭവിച്ചെന്താണെന്നറിയാവോ? അടുത്ത പ്രാവശ്യം 3 രാജ്യസഭാ സീറ്റുകൾ വരെയാണ്, ഒരെണ്ണം പോലും കിട്ടില്ല. 36 സീറ്റുണ്ടെങ്കിലേ രാജ്യസഭാ സീറ്റ് കിട്ടുകയുള്ളൂ, 35 ഉള്ളൂ. അത് ഇനിയിപ്പോൾ CPI കടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് നിയമസഭാ ഉപകക്ഷി നേതാവിൻ്റെ, പ്രതിപക്ഷ ഉപനേതാവിൻ്റെ പോസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് അവർ ബഹളം ഉണ്ടാക്കുന്നുമുണ്ട്. ഇനി അഥവാ സീറ്റ് വന്നാൽ തന്നെ അവർ രാജ്യസഭാ സീറ്റ് അവർ പിടിച്ചു മാറ്റും. പക്ഷേ ഇല്ല, 36 സീറ്റ് ഉണ്ടാലേ കിട്ടുള്ളൂ, 35 ഉള്ളൂ. എത്ര പരിതാപകരമായിട്ടാണ് നിങ്ങൾ താഴേക്ക് പോയത്. 3 സീറ്റ് BJPയും പിടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗോവിന്ദൻ മാഷും ഒരു കാരണവശാലും BJP സീറ്റ് പിടിക്കില്ല എന്ന് പറഞ്ഞു, ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞ ഗോവിന്ദൻ മാഷും, ഒരു സീറ്റ് പോലും BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞ പിണറായി വിജയനുമൊക്കെ രാജിവെക്കണ്ടേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതെവിടെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ കീഴ്വഴക്കമില്ലെന്നും പല ന്യായങ്ങൾ പറയാം. പക്ഷേ ഒരു കീഴ്വഴക്കമില്ലെങ്കിലും ഉണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ ധാർമ്മികത, രാഷ്ട്രീയ ധാർമ്മികത, അത് വളരെ പ്രധാനമാണ്. അത് ഏറ്റെടുക്കാൻ CPMന് കഴിയുമോ എന്നുള്ളതാണ് കാലം ആവശ്യപ്പെടുന്ന ഒരു ചോദ്യം. അത് വെറുതെ പാവപ്പെട്ട പാർട്ടി മെമ്പർമാരെ, 1 ലക്ഷത്തോളം വരുന്ന പാർട്ടി മെമ്പർമാരെയും പാർട്ടി സഹാക്കളെയും വിളിച്ചിരുത്തി ഘോരഘോരം മതവും ജാതിയും വർഗവും വർണ്ണവും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെയാണ് ഇവിടെ അത് കളിച്ചത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജയിച്ച് തള്ളുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സാർവദേശീയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോദിയെയും ട്രംപിനെയും കുറേ തെറിയൊക്കെ പറഞ്ഞ് പോയത് കൊണ്ടൊന്നും നഷ്ടപ്പെട്ടു പോയ ജനവിധിയെ തിരിച്ചു പിടിക്കാനാകില്ല. അതിന് വലിയ ഹോംവർക്ക് ചെയ്യേണ്ടി വരും. ആ ഹോംവർക്ക് തുടങ്ങേണ്ടത് താഴെ നിന്നല്ല, മുകളിൽ നിന്നാണ്. ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് പിണറായി വിജയനിൽ നിന്നാണ്, തുടർന്ന് ഗോവിന്ദൻ മാഷിൽ നിന്നാണ്, പിന്നെ തുടർന്ന് താഴേക്ക് പോളിറ്റ് ബ്യൂറോ, സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി, ഏരിയ സെൻറ്റർ, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി. ഇങ്ങനെ പോയാൽ താഴേക്ക് കറക്റ്റ് ചെയ്ത് പോയാൽ, നേതാക്കൾ കറക്റ്റ് ചെയ്താൽ, അവർ ജനങ്ങളോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചാൽ വലിയ പരുക്കില്ലാതെ മുന്നോട്ട് പോകാം. പക്ഷെ അപ്പോഴും ശക്തമായി ഞങ്ങൾ തിരിച്ചു വരും, ഒരു പ്രശ്നമില്ല എന്ന് പിണറായി വിജയൻ പറയുമ്പോഴും അതത്ര എളുപ്പമല്ല. കോൺഗ്രസും പഴയ കോൺഗ്രസ് അല്ല. അവർ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കഴിഞ്ഞു. അവർ വലിയ അഴിമതിയും സ്വജനപക്ഷപാതവും ഒന്നും കാണിക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കില്ല. VD സതീശൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു നേതാവാണ്. ഇവർ 5 വർഷം ഭരിച്ചാൽ, മനോഹരമായ പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയാൽ, വികസന പ്രവർത്തനം നടത്തിയാൽ, അതിലുപരിയായി ജനങ്ങളുടെയോടൊരു കരുതലും സ്നേഹവും കാരുണ്യവും കാണിച്ചാൽ തന്നെ തീർച്ചയായും 5 വർഷമല്ല, തുടർ ഭരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. തുടർ ഭരണമല്ല ഇവിടുത്തെ വിഷയം. ഈ കണ്ട അഹങ്കാരവും സ്വജനപക്ഷപാതവും അഴിമതിയും ഗൂണ്ടായുസവും ഈ ക്രമസമാധാന തകർച്ചയും ആരോഗ്യരംഗത്തെ തകർച്ച ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ LDFനെ തകർത്തത്. അത് ഉണ്ടാകാതിരുന്നാൽ UDFന് തീർച്ചയായിട്ടും തുടർന്ന് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള വിശകലനങ്ങൾ നടത്തുക, അല്ലാതെ വീണ്ടും തള്ളിമറിച്ച് പരിപ്പും പപ്പടവും കഴിച്ച് എല്ലാം കൊള്ളാം, ഇവിടെ നന്നായിരുന്നു, നമ്മൾ 5 വർഷം സഹിച്ചാൽ മതി, 5 വർഷം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരാം എന്നുള്ള തള്ളിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൂടുതൽ അപകടത്തിലേക്ക് പോകും. ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരമുണ്ടായിരുന്ന സ്ഥലം കൂടി പോയപ്പോൾ ഇന്ത്യ ഭൂപടം എടുത്ത് വച്ചാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ചുവന്ന കൊടിയുള്ള ഒരു സ്റ്റേറ്റ് ഇല്ല എന്നുള്ളത് വലിയ ഒരു കുറവ് തന്നെയാണ്. ദേശീയ പാർട്ടി എന്നുള്ള പദവി നഷ്ടപ്പെടില്ല. അതിൻ്റെ നോംസൊക്കെ ഇളവ് വരുത്തിയതുകൊണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയില്ല. പക്ഷേ എങ്കിൽ പോലും ദേശീയ തലത്തിലും ഇന്ത്യ മുന്നണി തലത്തിലും കേരള തലത്തിലുമൊക്കെ വലിയ വിലയാണ് ഇനി LDF കൊടുക്കേണ്ടി വരിക. ആ വില തിരുത്തണമെങ്കിൽ, അത് തിരിച്ചു പിടിക്കണമെങ്കിൽ തുടങ്ങേണ്ടത് തലയിൽ നിന്നാണ്, തലസ്ഥാനത്ത് നിന്നാണ്. പിണറായി വിജയനിൽ നിന്ന് തുടങ്ങണം, ഗോവിന്ദൻ മാഷിലൂടെ അത് തുടരണം. അത് കഴിയുമോ എന്നുള്ളതാണ് കേരള സമൂഹം ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ച് പാർട്ടിയും LDFും.